ഫേസ്ബുക്ക് പുതിയ അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി മുതൽ ആരും വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ട. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രദ്ധിച്ച് കാണൂ. അതുപോലെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫേസ്ബുക്കിൻ്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് റീൽസായി മാത്രമേ കണക്കാക്കുള്ളൂ. നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പായും പോർട്രേറ്റായും ചെയ്യാം. ബട്ട് ഫേസ്ബുക്കിന് ഇനി മുതൽ ഒരു ടാബേ ഉണ്ടാവുള്ളൂ, അതായത് റീൽസിൻ്റെ ടാബ് മാത്രം. അപ്പോൾ വീഡിയോസ് റീൽസായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. വ്യൂസ് ആൻഡ് എൻഗേജ്മെൻറ്റ് കൂട്ടാനാണ് ഫേസ്ബുക്ക് ഇങ്ങനെയൊരു പുതിയ മെത്തേഡ് യൂസ് ചെയ്തത്. അതായത് ഈ റീൽസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഷോർട്ട് റീൽസും ലോങ് റീൽസും. ഷോർട്ട് റീൽസ് എന്ന് പറയുന്നത് 10 സെക്കൻഡ് ടു 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡ് ടു 3 മിനിറ്റ്സ് ലെങ്ത് ഉള്ളതാണ് ലോങ് റീൽസ്. ഇങ്ങനെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഷോർട്ടർ റീൽസ് ആയാലും ലോങ്ങർ റീൽസ് ആയാലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ്ബുക്കിൽ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന കാര്യം തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അതായത് ഡെയിലി വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചെയ്യൂ, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യൂ. അതിൻ്റെ കൂടെ തന്നെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ പോസ്റ്റ് ചെയ്യാനും മറക്കണ്ട. അതായത് ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെ ടെക്സ്റ്റ്, ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ പോസ്റ്റ് ചെയ്യണം. അപ്പം മറന്നു പോകണ്ട, ഇനി മുതൽ വീഡിയോസ് ഇല്ല, റീൽസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കണ്ടൻറ് മോണിറ്റൈസേഷൻ പോളിസി നമ്മൾ അപ്ലൈ ചെയ്യണം. അതൊരു ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ്. ബീറ്റ ഫോമിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പേജ് മോണിറ്റൈസ്ഡ് ആണെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാകും, അതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ വന്നാൽ തന്നെയും നമ്മളുടെ പേജിന് 10,000 ഫോളോവേഴ്സും വാച്ച് അവേഴ്സും എത്രയാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഡോളർ കയറിയിട്ട് നമുക്ക് കറക്റ്റ് ഏണിങ് വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മോണിറ്റൈസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.